ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 26-ാം ദിവസത്തിലേക്ക് വലിയവനായ ദൈവം തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിക്കുകയാണല്ലോ. പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും രൂപാന്തരത്തിൻ്റെയും അനുഭവത്തിൽ കൂടെ നാം ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവ് അനുഭവിച്ച പീഡാനുഭവത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനും കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുവാനും ഈ നോമ്പുകാലം നമുക്ക് സാധിക്കണം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് 8-50 മുതൽ 56 വരെ. ഈ ഭാഗത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ മകളെ മരണത്താൽ നഷ്ടപ്പെട്ടു. അവർ യേശുവിനെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. യേശു ആ ദുഃഖഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ക്രിസ്തു ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ വിലാപത്തിൻ്റെ വീട് ജീവൻ്റെ വീടായി മാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും തീരാത്ത ദുഃഖത്താൽ നാം വിഷമിക്കുമ്പോഴും നമ്മുടെ ക്രിസ്തു എന്ന ജീവൻ വരുമ്പോൾ ദുഃഖിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ആശ്വാസമാക്കുകയും സന്തോഷം പകരുകയും ചെയ്യുന്നു. യേശു നിൽക്കുന്നിടത്ത് ജീവൻ കടന്നു വരുന്നു. ക്രിസ്തു ജീവനും അതിൻ്റെ പൂർണ്ണതയും നൽകുന്നു. യേശു അവരെ 3 കാര്യങ്ങളിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും 3 കൽപ്പനകൾ നൽകുകയും ചെയ്യുന്നു. ഒന്നാമതായി, ഭയപ്പെടേണ്ട. രണ്ടാമത്, കരയേണ്ട. മൂന്നാമത്, ഇതാരോടും പറയരുത്, എന്നാൽ മകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഈ വേദഭാഗത്തെ പ്രധാനമായ 3 ചിന്തകളെന്ന് പറയുന്നത്: ഒന്നാമത്, ഹൃദയത്തെ ബലപ്പെടുത്തുന്ന ക്രിസ്തു, ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് ദ ഹാർട്ട്. രണ്ടാമത്, ആശ്വസിപ്പിക്കുകയും സാന്ത്വനം നൽകുകയും ചെയ്യുന്ന ക്രിസ്തു, ക്രൈസ്റ്റ് ഹു കംഫർട്ട് ആൻഡ് കൺസോൾസ്. മൂന്നാമത്, പോഷിപ്പിക്കുന്ന ക്രിസ്തു, ക്രൈസ്റ്റ് ഹു നറിഷസ്. മരണത്തിൻ്റെ താഴ്വര കണ്ണുനീരിൻ്റെയും ഭയത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഇടമാണ്. മരണനിഴലിലൂടെ നടക്കുമ്പോൾ ക്രിസ്തു നമ്മെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അവിടുന്ന് കാണിച്ചു തരുന്നു. ക്രിസ്തു ഒരു സൗഖ്യദായകമായ സാന്നിധ്യമായി ആ ഭവനത്തിൽ മാറുന്നു. ഈ അനുഭവം നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധിപ്പിച്ച് നോക്കാം. ഇത് ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ളൊരു യാത്രയ്ക്കായി നമ്മെ വിളിക്കുന്നു. പ്രശസ്തിക്കും പ്രകടനങ്ങൾക്കും ഉപരിയായി വ്യക്തിപരവും ആത്മാർത്ഥവുമായ വിശ്വാസമാണ് കർത്താവ് നമ്മിലൂടെ ലക്ഷ്യമിടുന്നത്. വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും കണ്ണുനീരിൻ്റെയും സാഹചര്യത്തിലൂടെ കടന്നുപോയ ആ ഭവനത്തിൻ്റെ അനുഭവം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാൽ ജീവനും സന്തോഷവും നൽകുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ക്രൂശുമരണവും മഹത്വമുള്ള ഉയർപ്പും ആത്മീയമായ ചിന്തകളും ഈ വലിയ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ ഏവരുടെയും മനസ്സിൽ ജീവൻ്റെയും രക്ഷയുടെയും അനുഭവങ്ങളായി ഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.